ഇത് ഈ ഒരു കേക്കിൻ്റെ പരസ്യമല്ല, ഇതൊരു വലിയൊരു ചങ്ങലയായി മാറണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. മറ്റൊന്നുമല്ല, ഇങ്ങനൊരു നല്ല പ്രവൃത്തി ചെയ്ത് നന്മമരമായെന്ന് കാണിക്കാൻ വേണ്ടിയുമല്ല കേട്ടോ. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 7 കൊല്ലത്തോളം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കാണ്ടിരിക്കുന്നത്, ആ ടൈമിൽ എൻ്റെ വീട്ടിലത് ആരെ കൊണ്ടുവന്നതെന്ന് മറന്നുപോയി. പക്ഷേ ഞാൻ ഒരിക്കലും മറക്കില്ല, ഒരു കേക്കും വൈനും വീട്ടിലെത്തി ആ ടൈമിൽ. അന്ന് തൊട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശയം തോന്നി. എല്ലാ കൊല്ലവും ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ പണിയെടുത്ത കാശിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് സന്തോഷമാണ്, എന്തെങ്കിലും സാധനം അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ എന്താണ് വിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിലേക്ക്, അത് ഇപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഓണത്തിൻ്റെ ടൈമിൽ ഹിന്ദുസിൻ്റെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ചുറ്റുമുള്ളവരൊന്ന് കണ്ണോടിക്കുക. ആരെങ്കിലും വീട്ടിലിങ്ങനെ ആരെങ്കിലും വിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷത്തിന് എന്തെങ്കിലും ചെയ്യുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നവർ മാത്രമായിട്ട് കടം മേടിച്ച് ഞാൻ ചെയ്യാൻ പറയട്ടെ. അതുപോലെ കുറേ പേര് പണിയെടുക്കാത്ത കാശിന് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ചെയ്യണവരുണ്ട്. അവർ പക്ഷേ ചെയ്തോട്ടെ. എന്താണെന്ന് വെച്ചാൽ അവരിത് ചെയ്ത് കുറേ പേര് നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മാറ്റം വന്നേക്കാം, അവരും ചെയ്തോട്ടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെങ്കിലും ഒരു കേക്കോ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത് അത് ചെയ്യണമെന്നൊരു റിക്വസ്റ്റാണ്. അപ്പോൾ എനിക്കും കൊറോണ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു, പക്ഷേ ഈ കൊല്ലം എനിക്ക് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം. ഒരു വീട്ടിൽ ഇത് നിങ്ങൾ മറക്കരുത്. ഈ ഒരു ക്രിസ്മസ് അവരെയും കൂടി ചേർത്ത് കൂടെ നിർത്തിയിട്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.